Hello, dear students. Welcome to Finis Technos. ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഇൻ്റഗ്രൽ 0 to 100 എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 to 100 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏത് ഫംഗ്ഷനെയാണ്? എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 0, 100, 50 ആൻഡ് 1000. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോർമൽ ഫംഗ്ഷനിൽ ഏത് ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് വേരി ചെയ്യുന്നത് 0 to 100 ആണ്. നമുക്കറിയാം എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 to 1, അതുപോലെ 1 to 2, അതുപോലെ 2 to 3 എല്ലാം എന്താണ്? റിപ്പീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ പീരീഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. പീരിയോഡിക് വിത്ത് പീരീഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. Therefore, ഇവിടെ തന്നിരിക്കുന്ന ഒറിജിനൽ ഇൻ്റഗ്രേഷൻ 0 to 100 എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? 100 മൾട്ടിപ്ലൈഡ് വിത്ത് ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെങ്കിൽ നമുക്കറിയാം 0 to അതിൻ്റെ എന്താണ്? n ടൈംസ് അതിൻ്റെ പീരീഡ് ക്യാപിറ്റൽ ടി ആണെങ്കിൽ 0 to n ടൈംസ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് അതിൻ്റെ പീരീഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? n ഇൻറ്റു 0 to ആ പർട്ടിക്കുലർ ടൈം പീരീഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. Therefore, ഈ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? 0 to 100 എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? 100 ഇൻറ്റു 0 to 1 ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഒരു ഇൻറ്റിജർ നമ്പർ എടുത്താൽ, ഇപ്പം എക്സാമ്പിൾ 1.21 എടുത്താൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 1 ആയിരിക്കും കിട്ടുന്നത്. ആ നോൺ ഇൻറ്റിജർ ഫംഗ്ഷനെ റൗണ്ട് ചെയ്ത് അതിൻ്റെ ലോവസ്റ്റ് ഇൻറ്റിജർ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം സെയിം എക്സാമ്പിൾ ഒരു -1.21 എടുത്താൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? -2 ആയിരിക്കും ആൻസർ. -1.21 ലോവസ്റ്റ് ആയിട്ടുള്ള നിയറസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്താണ്? -2 ആണ്. Therefore, -1.21 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എടുത്താൽ ആൻസർ എന്തായിരിക്കും? -2 ആയിരിക്കും. സിമിലർലി ഇവിടെ ലിമിറ്റ് എന്താണ്? 0 മുതൽ 1 വരെയാണ്. 0 to 1 എടുത്താൽ അവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 to 1 ഇടയിൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ലോവസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore, 0 to 1 ലിമിറ്റിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore, ഈ ഇൻ്റഗ്രേഷൻ എന്തായിട്ട് മാറും? 100 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് 0 ഡി എക്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആയിട്ട് മാറും. ഈ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. Therefore, ഫൈനൽ ആൻസർ എന്തായിരിക്കും? 100 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലിമിറ്റ് കൊടുത്താൽ എന്തായിട്ട് മാറും? 100 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 50 ആയിട്ട് മാറും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണിത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വരുന്ന ഡെഫിനറ്റ് ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ എക്സ്പെക്ട് ചെയ്യാം. ഈ കോൺസെപ്റ്റ് ഓർത്തിരിക്കുക.